നമസ്കാരം. കെ.സി. വേണുഗോപാലിനോടാണ്. നിങ്ങളാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ മുടിചൂടാമണനായ നേതാവ്, അല്ലെങ്കിൽ രാജ്യത്താകമാനം കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനും സ്വാധീനവുമുള്ള നേതാവെന്നാണ് പൊതുവെ നിങ്ങളുടെ സംഘടനാ ചുമതലകൾ വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇക്കഴിഞ്ഞ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് നിങ്ങൾ അർഹനായിരുന്നു, നിങ്ങളെ മുഖ്യമന്ത്രിയാക്കണമെന്ന് വിജയിച്ചു വന്ന എം.എൽ.എമാരിൽ ഭൂരിപക്ഷവും പാർട്ടിയിലെ പോഷക സംഘടനകളുടെ നേതാക്കന്മാർ ഭൂരിപക്ഷവും ഒപ്പം നിന്നിട്ട് നിങ്ങൾക്ക് ആ പദവിയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ഏറ്റവും ശക്തനായിട്ടുള്ള വ്യക്തി ഒരു തീരുമാനമെടുത്താൽ ആ പാർട്ടിക്കകത്ത് അത് നടപ്പാക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യവും അങ്ങനെ ഒരു പ്രതീതിയും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയല്ല, താൻ വിചാരിക്കുന്ന കാര്യങ്ങൾ കോൺഗ്രസിനകത്ത് നടക്കും എന്നുണ്ടെങ്കിൽ അതിനി അണികളെ കൂടി ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. കാര്യം നിങ്ങൾ സീനിയർ മോസ്റ്റ് ലീഡറാണ്, നിങ്ങൾ ഗാന്ധി കുടുംബത്തിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവാണ്, പോരാത്തതിന് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തിക്ക് കേരളത്തിൽ സ്വാധീനമുണ്ടെന്ന് കാണിക്കാൻ ഈ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചു വാങ്ങിയെടുത്ത വ്യക്തിയിൽ നിന്ന് ആഭ്യന്തര വകുപ്പെങ്കിലും മാറ്റാനുള്ള ശേഷി നിങ്ങൾ കാണിക്കണം. അത് നിങ്ങളുടെ ഇമേജിൻ്റെ കൂടി ഒരു പ്രശ്നമാണ്. ഒരു മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള നിലയ്ക്ക് അയാൾ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന നിലയ്ക്ക് ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും ഉപയോഗപ്പെടുത്തി സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെ പൊതു ഇടങ്ങളിൽ വലിച്ച് കീറി ചുവരിലൊട്ടിച്ച് നശിപ്പിച്ച് ആ പദവി പിടിച്ചെടുത്തുകൊണ്ട് പോയി. അപ്പോൾ വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. അതിൻ്റെ പേരിൽ സമൂഹത്തിൻ്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ സ്വാധീനം കൂടി കാട്ടിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ നിലയ്ക്കാണ് ലീഗ് പറയുന്ന അതേ വകുപ്പുകൾ കൊടുക്കാമെന്ന് സതീശൻ്റെ ഡീല് നടക്കുകയും സതീശന് തന്നെ ആഭ്യന്തരമന്ത്രി സ്ഥാനം കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയുന്ന സ്വാധീനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ കോൺഗ്രസിനകത്തെ ഏറ്റവും മുടിചൂടാമന്നനായ വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് വെറുതെ വാക്കുകൾ കൊണ്ട് പറയാം എന്നതിനപ്പുറം പ്രവൃത്തി കൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ നിലയ്ക്ക് സ്വന്തം അണികളെ ബോധ്യപ്പെടുത്താനെങ്കിലും ഈ മന്ത്രിസഭയുടെ കടിഞ്ഞാൻ തൻ്റെ കൈവശമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കി ഇരുത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കിക്കൊണ്ട് താൻ ആ മന്ത്രിസഭയിൽ തൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് കാണിക്കേണ്ടതുണ്ട്. അത് സ്വന്തം അണികളും ഒപ്പം നിന്നവർക്കും ഒരു സമാധാനത്തിന് വേണ്ടി കൂടിയാണ്. ഇന്നലകളിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ ജയിച്ചു വന്ന 63 എം.എൽ.എമാരിൽ 49 പേരും നിങ്ങളെ പിന്തുണച്ചു. അതുപോലെ KSU, യൂത്ത് കോൺഗ്രസ്, യുവ എം.എൽ.എമാർ, MP-മാർ, മഹിളാ കോൺഗ്രസ് തുടങ്ങി സകലമാന പാർട്ടിയുടെ സംവിധാനങ്ങളും നിങ്ങൾക്കൊപ്പം നിന്നു. പക്ഷേ വിചാരിച്ച കാര്യം നടന്നില്ല. അത് മണ്ണും ചാരി നിന്ന സതീശൻ ലീഗിനെയും കൂട്ടുപിടിച്ച് ആ പെണ്ണിനെയും കൊണ്ടുപോയി. ഇനി ആ പെണ്ണ് വിചാരിക്കുന്ന കാര്യങ്ങളാണ് പാർട്ടിക്കകത്ത് നടക്കുന്നതെങ്കിൽ പിന്നീട് നിങ്ങൾ വെറും വട്ടപൂജ്യമാണ്. നിങ്ങൾ ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്വാധീന വലയവും നിങ്ങളുടെ അധികാരവും ഗാന്ധി കുടുംബത്തിൽ വരെ നിങ്ങൾ വിചാരിച്ചാൽ തീരുമാനങ്ങൾ എടുപ്പിക്കാൻ കഴിയുമെന്നുള്ള ചിന്ത ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് ഇനിയും നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാട്ടിക്കൊടുത്തേ മതിയാകുള്ളൂ. ലീഗ് പറയുന്ന വകുപ്പുകളെല്ലാം അതേപടി താളത്തിൽ കൊടുക്കാനും അത് അവർ പിടിച്ചു വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ സംഘടനാ ജനറൽ സെക്രട്ടറി, കോൺഗ്രസിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി എന്നൊന്നും നിങ്ങൾ പുറത്തിറങ്ങി പറഞ്ഞ് കളയരുതേ, നാണക്കേടാണ്. കാര്യം സതീശൻ വിചാരിച്ച കാര്യങ്ങൾ താരതമ്യേന ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരു ലീഡർ, നിങ്ങളുടെ എല്ലാം താഴെ നിന്ന വ്യക്തി, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ കൂടെ നിന്ന് രമേശ് ചെന്നിത്തലയെ വെട്ടാൻ വേണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് നിങ്ങൾ നിയോഗിച്ച വ്യക്തിയാണ്. നിങ്ങളെ തന്നെ വെട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം കൈയടക്കിക്കൊണ്ട് സതീശൻ ഇരിക്കുന്ന കൊമ്പിൽ ആരാണോ തന്നെ ഇരുത്തുന്നത് ആ ഇരുത്തുന്ന കൊമ്പിനെ തന്നെ വെട്ടിക്കളയാനുള്ള സ്വാധീനമുള്ള വ്യക്തിയാണ്. അതിന് പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുകയും അവരുടെ സ്വാധീനം ഉപയോഗിക്കാൻ വിദഗ്ധമായി കഴിയുന്ന വ്യക്തിയാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ഒരു വ്യക്തി സർവാധിപത്യത്തോടു കൂടി ഒരു മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയായി തുടർന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ നാണക്കേട്, നിങ്ങൾക്ക് തന്നെയാണ് ക്ഷീണം. നിങ്ങൾക്കൊപ്പം നിന്ന വ്യക്തികൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന മന്ത്രി പദവികളെങ്കിലും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ KC എന്ന പേരിന് കൂടുതൽ ശക്തി കൈവരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വാധീനം കാണിക്കേണ്ട സന്ദർഭമാണ്. വി.ഡി. സതീശൻ എന്ന വ്യക്തിയെ മുഖ്യമന്ത്രി കസേരയിൽ സർവാധിപത്യ സ്വതന്ത്രനായിട്ട് ലീഗ് വാഴിക്കാമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് അങ്ങനെയല്ല, സതീശൻ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രം നടക്കുന്നതല്ല കോൺഗ്രസ് പാർട്ടി എന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് നിങ്ങൾ കൃത്യമായി ചെയ്യുമെന്ന് KC പക്ഷ അനുകൂലികളും കേരളത്തിലെ കോൺഗ്രസ്സുകാരും കരുതുന്നുണ്ട്. അത് അവർ സ്വകാര്യമായി പങ്കുവച്ച കാര്യമായതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഈ നിലയ്ക്ക് അത് പങ്കുവയ്ക്കുന്നത്.